പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ പുതിയ തലത്തിലേക്ക് ഉയർന്നു. അതിസങ്കീർണമായാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം മുന്നോട്ട് പോകുന്നത്. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പേജർ സ്ഫോടന പരമ്പരകൾ ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇസ്രായേലാണ് പിന്നിലെന്ന് ആരോപിച്ച് ഹിസ്ബുള്ള ഉടൻ തന്നെ രംഗത്ത് വരികയും ചെയ്തു. പിന്നാലെയുണ്ടായ വോക്കി ടോക്കി പൊട്ടിത്തെറി ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ലെബനൻ്റെ തലസ്ഥാനമായ ബെയ്റൂത്തിലാണ് വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചത്. അപകടത്തിൽ മരണം 34 450 പേർ പരിക്കേറ്റ് ചികിത്സയിലുമാണ്. പേജർ സ്ഫോടനത്തിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും സ്ഫോടനമുണ്ടായി. സ്ഫോടനത്തിൽ വീടുകൾക്കും കടകൾക്കും ഉൾപ്പെടെ കേടുപാടുകൾ ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്കാര ചടങ്ങുകൾക്കിടയിലുണ്ടായ സ്ഫോടനത്തിൽ വോക്കി ടോക്കികൾക്ക് പുറമെ പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിച്ചു. സ്ഫോടനത്തിന് പിന്നിൽ മൊസാദ് ആണെന്ന ഹിസ്ബുള്ളയുടെ ആരോപണത്തോട് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് വോക്കി ടോക്കികളും സമാന രീതിയിൽ പൊട്ടിത്തെറിച്ചത്. മുറിവേറ്റ ഹിസ്ബുള്ള അതിശക്തമായ ആക്രമണവുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈനിക ബാരക്കുകൾക്ക് നേരെയാണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയത്. പേജറുകൾ വഴി ഇസ്രായേൽ നടത്തിയ സ്ഫോടന പരമ്പര മേഖലയെ പൂർണ്ണ യുദ്ധത്തിലേക്ക് വലിച്ചിടുമെന്ന ആശങ്കയാണുള്ളത്. ഹമാസിന് തുടർന്നും പിന്തുണ നൽകുമെന്നാണ് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരിക്കുന്നത്. പേജർ കൂട്ടക്കൊലയ്ക്ക് തിരിച്ചടി ഇസ്രായേലിന് നൽകുമെന്നും ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു. ഇപ്പോൾ നടത്തിവരുന്ന ആക്രമണങ്ങൾ തുടരുമെന്നും സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ ഹിസ്ബുള്ള വ്യക്തമാക്കി. ബെയ്റൂത്തിലെ ആശുപത്രികൾ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞു. മിക്കവർക്കും കണ്ണിന് സാരമായി പരിക്കേറ്റതായും പലരുടെയും കൈകൾ അറ്റുപോയതായും ലെബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറഞ്ഞു. മുഖത്ത് പരിക്കേറ്റവരുടെയും വിരലുകൾ അറ്റുപോയവരുടെയും ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പരിക്കേറ്റവർക്കുള്ള മരുന്നുമായി ഇറാഖ് സൈനിക വിമാനം ബെയ്റൂത്തിലെത്തി. തുർക്കി, ഇറാൻ, സിറിയ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളും സഹായം വാഗ്ദാനം ചെയ്തു. ഇസ്രായേൽ ചാരക്കണ്ണുകളെ വെട്ടിക്കാനാണ് മൊബൈൽ ഫോണിന് പകരം പേജറുകൾ ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിനെതിരെ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള ഫെബ്രുവരിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മധ്യപൂർവ്വദേശത്തെ പൂർണ്ണ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് ജോർദാൻ കുറ്റപ്പെടുത്തി. ഇസ്രായേൽ നടപടി യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് റഷ്യയും ചൂണ്ടിക്കാട്ടി. യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ US സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കനും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഉടമസ്ഥരുടെ പോക്കറ്റിലും കയ്യിലും ഉണ്ടായിരുന്ന പേജറുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത്. സ്ഫോടനത്തിൽ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത മിക്കവരും ഹിസ്ബുള്ളയുടെ പ്രവർത്തകരായിരുന്നു. സെൽഫോണുകൾ ഉപയോഗിച്ചാൽ ട്രാക്ക് ചെയ്യാൻ ഇസ്രായേലിന് സാധിക്കുമെന്ന കണക്കുകൂട്ടലിനാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള പേജർ ഉപയോഗിക്കാൻ ഹിസ്ബുള്ള അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആശയവിനിമയത്തിനായി ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന പേജറുകളെയാണ്. ഇത്തരത്തിൽ 3000 പേജറുകളാണ് ലെബനനിൽ പൊട്ടിത്തെറിച്ചത്. 14 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 3000-ലേറെ പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു.